അവിടെ ഇരിപ്പുണ്ട്. ഞാനിന്ന് നേരത്തെ ഇറങ്ങി. ആ മഴയൊക്കെ അല്ലേ, അതുകൊണ്ട് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് വരാം. മോളെ ഞാൻ വിളിക്കാം കേട്ടോ. അയ്യോ അത് എൻ്റെ കൂടെയാ. അല്ല അതിൻ്റെ കൂടെ അല്ല ഞാൻ ഇവിടെ തന്നെ വെച്ചേക്കായിരുന്നു. ഇപ്പൊ ജസ്റ്റ് അങ്ങോട്ട് തിരിഞ്ഞതാ ഫോൺ വിളി. അല്ല ഒരു 10 മിനിറ്റ് മുമ്പ് ഞാൻ ഇവിടെ വന്നിരുന്നു. ഞാൻ മരുന്ന് വാങ്ങാൻ വന്നവൻ ചായ കുടിക്കാനെന്ന് ഇറങ്ങിയതായിരുന്നു. അപ്പോൾ ഞാൻ ഇവിടെ ഇരുന്ന് എൻ്റെ കുട പോയപ്പോൾ ഞാൻ എല്ലായിടത്തും തിരഞ്ഞെടുക്കായിരുന്നു. കുടേണ്ടതാ, കാരണം ഞാൻ ബാഗിൽ നിന്ന് എടുത്ത് ജസ്റ്റ് ഇവിടെ വെച്ചതേ ഉള്ളൂ. അല്ല അപ്പം ഞങ്ങളെ കണ്ടിട്ടില്ല. ഞാൻ 10 മിനിറ്റ് മുമ്പ് ഇവിടെ ഒന്ന് ഇരുന്നാണ്. സുഹൃത്തെ അത് എൻ്റെ കൂടെ തന്നെയാ, കാരണം ഞാൻ ഇപ്പൊ എടുത്ത് ഇവിടെ വെച്ചിട്ടൊന്നും അങ്ങോട്ട് തിരിഞ്ഞതേ ഉള്ളൂ. ഞാൻ കളവ് പറയണോ? ഞാൻ കള്ളം പറയാണോ? പിന്നെ ബസ് പോകാനായി, മഴ വരുന്നുണ്ട്, എനിക്ക് ഒരുപാട് പ്രശ്നങ്ങളുടെ നടുവിൽ നിൽക്കുകയാണ് ഞാൻ. നിങ്ങളൊന്ന് സമാധാനത്തിൽ എവിടെയെങ്കിലും നോക്കി, നിങ്ങൾ വേറെ എവിടെയും വെച്ചിട്ടുണ്ടാവും. കുടേണ്ടതാ. പ്രശ്നം ഉണ്ടാക്കില്ലേ, പോട്ടെ. ഇത് നിങ്ങളെ കൂടെ ഓ ഞാൻ പറഞ്ഞില്ലേ അപ്പോഴേ ഇത് എൻ്റെ കൂടെയാണ്. എനിക്ക് മാറിപ്പോയത്. ഞാൻ മെഡിക്കൽ ഷോപ്പിൽ മരുന്ന് വാങ്ങി മറന്നു വെച്ചായിരുന്നു. ഓ അത് കുഴപ്പമില്ല, എന്തായാലും തന്നല്ലോ. അത് നിങ്ങൾ മനസ്സിലൊന്നും വെക്കരുത്. കാരണം ആ ഒരു തെറ്റ് പറ്റിയപ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യാനുള്ളൊരു മനസ്സ് കാണിച്ചല്ലോ. അല്ലെങ്കിൽ അറിയിക്കാത്ത ഞാൻ എൻ്റെ കയ്യിൽ വെക്കാറില്ല. അത് നമ്മളൊരു തിയറിയാണ്. അതെ. എന്താ പേര്? എൻ്റെ പേര് ശ്രീലേഖ. എന്താ പേര്? എൻ്റെ പേര് പാരിസ്. എന്ത് ചെയ്യുന്നു? ഞാൻ ഒരുപാട് ബിസിനസ്സുകളൊക്കെ ചെയ്തു നോക്കി, ഒന്നും കൊണ്ട് റെഡി ആയില്ല. പിന്നെ ഒന്ന് വിദേശത്ത് പോയി, ഒന്നും ക്ലിക്കായില്ല. ഇപ്പൊ ഇങ്ങനെ തട്ടിമുട്ടൊക്കെ ഇങ്ങനെ പോണു. ഇനിയിപ്പോ എന്താ പ്ലാൻ? ഒന്നും ഒരു ഉറപ്പായിട്ടില്ലെന്ന് കാര്യം. അങ്ങനെ പോകുന്നുണ്ട്. എന്താ നിങ്ങളെന്ത് ചെയ്യുന്നു? ഇപ്പൊ സർവീസിലാണ്. ഒരു ലാസ്റ്റ് ഗ്രേഡ് സർവൻ്റ് ആയിട്ടാണ് സർവീസിൽ കയറുന്നത്. അവിടുന്ന് പടിപടിയായിട്ട് പ്രൊമോഷനൊക്കെ കിട്ടി. ഇപ്പൊ സീനിയർ സൂപ്രണ്ടന്റ് ആയിട്ട് വർക്ക് ചെയ്യും. ഗവൺമെന്റ്? അതെ അതെ, സർവീസിലാണ്. ലാസ്റ്റ് ഗ്രേഡ് ആയിട്ട് കയറി ഇപ്പൊ സൂപ്രണ്ടന്റ് ആണ്. അതെ അതെ അതെ. അപ്പോ PSCക്ക് ഇരുന്നാൽ കിട്ടുമോ? കിട്ടുമല്ലോ. ഞാനൊരു കാര്യം പറയട്ടെ, എന്തായാലും ഇത്രയൊക്കെ കഷ്ടപ്പാട് പെട്ടല്ലോ, എന്തായാലും ഈ ഒരു 6 മാസം ആ ഒരു വേരിയസ് LGSന് വേണ്ടി ഒന്ന് നന്നായി പഠിച്ചു കയറിക്കൂടെ? ഇപ്പോൾ ഏജൊക്കെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. 6 മാസം ബാക്കി കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചൊന്ന് സീരിയസ് ആയിട്ട് പഠിച്ചാൽ മതി. PLGS പഠിക്കാൻ പറ്റും. ഒരു 6 മാസം ഒന്ന് ശ്രമിക്കാം. ഷുവറായിട്ട്. പിന്നെ മറ്റേ വിഷയം മനസ്സിലൊന്ന് വെച്ചാൽ ഒരിക്കലും ഇല്ല. കിട്ടിയാൽ ഇവിടെ വെച്ച് കാണാം. മനസ്സിലൊന്ന് വെച്ചേക്കല്ലേ?